ആ പ്രദ്യുമ്നനുക്കും പിന്നെ രുക്മിണിയുടെ സഹോദരി, രുക്മിണിയുടെ സഹോദരനുണ്ടല്ലോ രുക്മി, അവൻ്റെ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു ഈ പ്രദ്യുമ്നൻ. അവർ രണ്ടുപേർക്കും രുക്മവതി എന്നാണ് പേര്. പ്രദ്യുമ്നാച്ചാണിരുദ്ധോഭൂത് രുക്മവത്യാം മഹാബലഹ. ആ രുക്മവതിക്കും പ്രദ്യുമ്നനും ഒരു പുണ്യമുണ്ടായി. അവനാണ് അനിരുദ്ധൻ പേര്. ഇവർക്ക് ചതുർവ്യൂഹമൂർത്തികളാണ്. നമുക്ക് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, 4 അന്തഃകരണം ഉണ്ടല്ലോ. അതിൻ്റെ 4 മൂർത്തികളാണ് വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. അവരാണ് ഏട്ടൻ, അണിയൻ, പുത്രൻ, പേരനായിട്ട് ജനിച്ചിരിക്കുന്നത്. ആ പ്രദ്യുമ്നൻ്റെ പുത്രനായ അനിരുദ്ധൻ ഒരു ദിവസം മാളികയിൽ ഉറങ്ങി കിടക്കുമ്പോൾ ഒരു പെൺകുട്ടി എന്ത് ചെയ്തു? ആ അനിരുദ്ധനെ കൊണ്ടുപോയി. ആ പെൺകുട്ടി ആരാണെന്ന് ചോദിച്ചാൽ ബാണാസുരൻ്റെ മന്ത്രി കുംഭാണ്ഡൻ എന്നാണ് പേര്. അവൻ്റെ പെൺകുട്ടിയാണ് ചിത്രലേഖ. ചിത്രലേഖ കൊണ്ടുപോകാൻ എന്താ കാരണം? ചിത്രലേഖ അവിടെ തോഴിയാണ് ഉഷ. ഈ ഉഷ ബാണാസുരൻ്റെ പെൺകുട്ടിയാണ്. ഈ ബാണാസുരൻ്റെ പെൺകുട്ടിയായ ഉഷ പാർവതിയോട് പ്രാർത്ഥിച്ചു, എൻ്റെ ഭർത്താവിനെ ഞാൻ കല്യാണത്തിന് മുമ്പ് തന്നെ ആദ്യം തന്നെ കാണണം. പക്ഷേ സ്വപ്നത്തിൽ കാണാൻ സാധിക്കും പറഞ്ഞു പാർവതി ദേവി. അങ്ങനെ സ്വപ്നത്തിൽ അനിരുദ്ധനെ കണ്ടിട്ട് അവനെ വേണം ഇപ്പോൾ തന്നെ കൊണ്ടുതരണം പ്രാർത്ഥിച്ചപ്പോഴാണ് മായ ഈ ചിത്രലേഖ കൊണ്ടുവന്ന് കൊടുത്തു. ഈ വിഷയം മനസ്സിലാക്കിയ ബാണാസുരൻ എന്ത് ചെയ്തു? അനിരുദ്ധനെ ജയിലിലാക്കി. ഇത് ഭഗവാനൊക്കെ അറിയാം. ഭഗവാൻ വിചാരിച്ചു കുറച്ചു കാലം അങ്ങനെ ആയിക്കോട്ടെ, ഏത് കർമ്മം ഉണ്ടായാലും അതിൻ്റെ പ്രതിഫലം ഉണ്ടാവില്ലേ. തെറ്റ് ചെയ്യാതെ ബലിചക്രവർത്തിയെ കുറച്ചു കാലം ബന്ധിപ്പിച്ചു ഭഗവാൻ. അതിൻ്റെ ഒരു പരിഹാരമായിട്ട് ബലിചക്രവർത്തിയുടെ പുത്രനായ ബാണാസുരൻ നമ്മുടെ പേരക്കുട്ടിയെ കുറച്ചു കാലം ബന്ധിച്ച് വയ്ക്കട്ടെ. ഭഗവാൻ കൊച്ചിനെ വെറുതെ ഇരുന്നു, അറിഞ്ഞിട്ടും അറിയാതെ പോലെ ഇരുന്നു. അപ്പോഴാണ് നാരദൻ വന്ന് പറഞ്ഞു, നിൻ്റെ പേരക്കുട്ടിയെ ബാണാസുരൻ ബന്ധിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ സൈന്യസമേതം യുദ്ധത്തിന് പുറപ്പെട്ടു. ബാണാസുരൻ ശിവഭക്തനായതുകൊണ്ട് ബാണാസുരനെ സഹായിക്കാൻ മഹാദേവൻ തന്നെ അവിടെ വന്നു. അപ്പോൾ മഹാദേവനക്കും ശ്രീകൃഷ്ണ ഭഗവാനക്കും യുദ്ധം തുടങ്ങി. പിന്നെ ബാണാസുരൻ്റെ കൃഷ്ണപുത്രനുക്കും ശിവപുത്രന്മാർക്കുമുള്ള യുദ്ധം, ശൈവഗണങ്ങൾക്കും വൈഷ്ണവഗണങ്ങൾക്കുമുള്ള യുദ്ധമാണ്. അങ്ങനെ യുദ്ധം നടക്കുമ്പോൾ ബാണാസുരൻ എന്ത് ചെയ്തു? ഒരു ജ്വരത്തിന് ജ്വരമന്ത്രം പറഞ്ഞ് അത് പ്രയോഗം ചെയ്തു. ഇപ്പോഴൊക്കെ പറയുന്നുണ്ടല്ലോ വൈറസ് യുദ്ധം, ചൈനയിൽ നിന്ന് ഇത് വൈറസ് പുറപ്പെടുവിച്ചു, അതാണ് കൊറോണ വന്നു എന്ന് പറയുന്നുണ്ടല്ലേ. അതുപോലെ പണ്ട് ചൈനക്കാരൻ പോലെയാണ് ഈ ബാണാസുരൻ. അവിടെ നിന്നും കാരണം ഇവർക്ക് പണ്ടേ തീരുമാനിക്കുന്നതാണ്. കാരണം വ്യാപാരത്തിന് വേണ്ടി വൈദ്യന്മാരെ വിളിച്ചു വരുത്തി ഒരു രോഗത്തിൻ്റെ ഇത് ഉണ്ടാക്കാൻ പറയും. പിന്നെ അത് നിർത്താനുള്ള മരുന്നും അവർ കണ്ടുപിടിക്കും. പിന്നെ ആ രോഗത്തിനെ പറത്തും. പിന്നെ അത് മരുന്ന് കൊണ്ട് വ്യാപാരം ചെയ്ത് അത് പണം ഉണ്ടാക്കാനുള്ള ഒരു ദുഷിച്ച വഴിയാണ്. പിന്നെ അങ്ങനെ ഉണ്ടാക്കണം, അതുപോലെ തന്നെ നശിക്കും. അവർ അങ്ങനെ ആ പണം കൊണ്ട് സുഖമായിട്ട് ജീവിക്കാൻ പറ്റില്ലേ. അതുപോലെയാണ് ഇവിടെ ബാണാസുരൻ ഒരു വൈറസ് യുദ്ധം, ഉഷ്ണജ്വരം, അതിൻ്റെ മന്ത്രം പറഞ്ഞ് അത് പ്രയോഗിച്ചു. അപ്പോൾ യുദ്ധം ചെയ്യുന്ന എല്ലാവർക്കും ജ്വരം ബാധിച്ചു. അപ്പോൾ ഭഗവാൻ ചെയ്തു, ഭഗവാന്റെ കയ്യിലും ഒരു വേറെ വൈറസ് വെച്ചിട്ടുണ്ട്, അത് വൈഷ്ണവജ്വരം, ഇത് ശീതജ്വരമാണ്. ഈ ജ്വരത്തിന് ഭഗവാൻ തൻ്റെ ജ്വരത്തെ പ്രയോഗിച്ചപ്പോൾ ജ്വരത്തിനും യുദ്ധം. കാരണം ഒരു വൈറസ് അടിക്കാൻ വേറെ വൈറസ് വേണ്ടേ. അങ്ങനെ യുദ്ധം നടക്കുമ്പോഴാണ് ഈ വൈഷ്ണവജ്വരം കൊണ്ട് ബുദ്ധിമുട്ടിയ ഈ ശൈവജ്വരം ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഒരു മന്ത്രം ഇവിടെ ഉണ്ട്. ജ്വരസ്തുതി ദശമസ്കന്ധം 63-ാമത്തെ അധ്യായത്തിൽ 25 മുതൽ 4 ശ്ലോകങ്ങളാണ് ജ്വരസ്തുതി. ഇത് ചൊല്ലുന്നവർക്ക് ജ്വരബാധ മാറിക്കിട്ടും. ജ്വരമുവാച നമാമി ത്വാനന്തശക്തിം പരേശം സർവാത്മാനം കേവലം യപ്തിമാത്രം വിശ്വോത്പത്തിസ്ഥാനസംരോധഹേതും യത്തത് ബ്രഹ്മലിംഗം പ്രശാന്തം കാലോ ദൈവം കർമ്മ ജീവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണ ആത്മാ വികാരഃ തത്സംഘാതോ ബീജരോഗപ്രവാഹः ത്വന്മായൈഷാ തന്നിഷേധം പ്രപദ്യേ നാനാഭാവിർലീലൈവോപപന്നൈः ദേവാൻ സാധൂൻ ലോകസേതുൻ ബിഭർഷി ഹംസിന്മാർഗാൻ ഹിംസയാ വർത്തമാനാൻ ജന്മൈതത്തേ ഭാരഹാരായ ഭൂമേഃ
തപ്തോ ഹന്തെ തേജസാ ദുസ്സഹേന ശാന്തോഗ്രേണാത്യുൽപണേന ജ്വരേണ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരണ്യാവദാശാനുബദ്ധാഃ. ശ്രീഭഗവാനുവാച ത്രിശിരസ്തേ പ്രസന്നോऽസ്മി യേതു തേ മജ്വരദ്ഭയം യോ നോ സ്മരതി സംവാദം തസ്യത്പന്ന ഭവേദ്ഭയം. ഈ 5 ശ്ലോകം ജപിച്ചാൽ മതി. തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിൽ ഈ ജ്വരദേവതയ്ക്ക് ഒരു പ്രതിഷ്ഠ ഉണ്ടാവും. ജ്വര പ്രതിഷ്ഠ അവിടെ ഉണ്ടായിട്ടുണ്ടാവും. ജ്വരമുള്ളവർക്ക് അവിടെ പ്രാർത്ഥിച്ച് പൂജയൊക്കെ ചെയ്യാറുണ്ട്. ശരിക്കും ജ്വരം പറഞ്ഞാൽ ഈ സംസാരം തന്നെയാണ് ജ്വരം. ഈ സംസാര ജ്വരത്തിൽ നിന്നും ഭഗവാൻ നമ്മളെ രക്ഷിക്കും. അങ്ങനെ ഈ ജ്വരം പ്രാർത്ഥിച്ച ശേഷം ജ്വരത്തിനോട് ഭഗവാൻ പറഞ്ഞു, ഈ നമ്മുടെ സംവാദം സ്മരിക്കുന്നവർക്ക് നിൻ്റെ ബാധ ഉണ്ടാവില്ലേ എന്നുകൂടി ഭഗവാൻ പലസ്തി പറഞ്ഞു. അതിനുശേഷം ശ്രീരുദ്രൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഭക്തനാണ് ബാണാസുരൻ, അവനെ വധിക്കരുതേ. വധിക്കേണ്ട പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഈ ബാണാസുരൻ ബലിചക്രവർത്തിയെ പേരക്കുട്ടിയുടെ കുട്ടിയാണ്. ഞാൻ പ്രഹ്ലാദനോട് വരം കൊടുത്തിട്ടുണ്ട്. പ്രഹ്ലാദായ വരോദത്തഃ നവധ്യോമേ തവാൻവയഃ. ഭഗവാനക്ക് എത്ര ഓർമ്മശക്തിയാണ്. പ്രഹ്ലാദനക്ക് വരം കൊടുത്തത് നരസിംഹ അവതാരത്തിലാണ്. ഹിരണ്യകശിപു വധിച്ച ശേഷം പ്രഹ്ലാദൻ്റെ ആ കുഞ്ചു കൈ പിടിച്ച് ഭഗവാൻ സത്യം ചെയ്തു, ഇനി നിൻ്റെ പരമ്പരയിൽ ഓരോ ആളെയും എൻ്റെ കൈ കൊണ്ട് വധിക്കില്ലേ. അത് നരസിംഹാവതാരം കഴിഞ്ഞ് പിന്നെ എത്ര അവതാരം കഴിഞ്ഞു? വാമനൻ, പിന്നെ പരശുരാമൻ, അതിനുശേഷം ശ്രീരാമൻ, ഇപ്പോൾ കൃഷ്ണാവതാരം. 3-4 ജന്മത്തിന് മുമ്പ് പറഞ്ഞ കാര്യം ഇപ്പോൾ ഓർമ്മ വെച്ച് ഭഗവാൻ പറയുന്നു. നമുക്ക് ഈ ജന്മത്തിൻ്റെ കാര്യം തന്നെ ഓർമ്മയില്ലേ? ഭഗവാൻ പറഞ്ഞു, അതുകൊണ്ട് പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയുടെ കുട്ടിയായതുകൊണ്ട് ഞാൻ വധിക്കില്ലേ എന്ന് പറഞ്ഞ് അവൻ്റെ 4 കൈ മാത്രം ബാക്കി വെച്ച് പറഞ്ഞു വിട്ടു. ഇതൊക്കെ കൃഷ്ണനും ശിവനും നടത്തിയ ഒരു നാടകമാണ്. കാരണം ചില ആളുകൾക്ക് പണ്ട് ഭയങ്കര ഭേദമുണ്ടായിരുന്നു. തമിഴ്നാട്ടിലൊക്കെ വീരശൈവന്മാർ, വീരവൈഷ്ണവന്മാർ എന്നൊക്കെ ഉണ്ട്. ഈ ശൈവന്മാർ വിഷ്ണുവിൻ്റെ അമ്പലത്തിലേക്ക് പോകാറില്ലേ? നമ്മളും പോകണ്ട, എഴുന്നള്ളിച്ച് കൊണ്ടുവരില്ലേ? ആ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന സമയത്ത് പോലും ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കും, കാണാൻ പാടില്ലേ. അങ്ങനെ ഇടിവെട്ടുന്ന സമയത്ത് പോലും അമ്പലത്തിൽ കയറില്ലേ? ഇടിവെട്ട് മരിച്ചയാൾ കുഴപ്പമില്ലേ, വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ കയറുന്നില്ലേ? ഇങ്ങനെ പറഞ്ഞ ചില വീരശൈവന്മാർ, അതുപോലെ വീരവൈഷ്ണവന്മാർ ശിവൻ്റെ അമ്പലത്തിൽ കയറുന്നില്ലേ? ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അവർക്ക് ഒരു ബുദ്ധി ഉണ്ടാവാൻ വേണ്ടിയാണ് ഇവിടെ കൃഷ്ണനും അതേപോലെ പരമേശ്വരനും ഒരു നാടകം നടിച്ചു. അവർ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് പോലെ നടിച്ച് ഇങ്ങനെ ഭേദം പാടില്ലേ എന്നാണ് കാണിച്ചു തരണം. ഈ കഥ രാവിലെ സ്മരിക്കുന്നവർക്ക് എല്ലാ ദിക്കിലും ജയം കിട്ടും എന്നുകൂടി ഫലശ്രുതി വർണ്ണിക്കുന്നു. പിന്നെ ബാണാസുരൻ തൻ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഉഷാപ്രണയം സമർപ്പിച്ചു. പിന്നെ ബ്രാഹ്മണന്മാരുടെ ശാപം മേടിക്കാൻ പാടില്ലേ, അതിനു വേണ്ടി ഒരു കഥ ഇവിടെ വർണ്ണിക്കുന്നു. ദൃഗൻ പേരുള്ള രാജാവ് കൂടുതൽ ഗോദാനം ചെയ്തു. അതിൽ ഒരു പശു എന്ത് ചെയ്തു? രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് തിരിച്ചെത്തി. ബ്രാഹ്മണർക്ക് കൊടുത്ത പശു തിരിച്ച് ഇവിടെ എത്തി. അത് അറിയാതെ വേറെ ബ്രാഹ്മണർക്ക് കൊടുത്തു പോയി. അപ്പോൾ അതുകൊണ്ട് എന്തായി? ദത്താപഹരണം, കൊടുത്തത് തിരിച്ച് മേടിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ദോഷം ഉണ്ടായി. അതുകൊണ്ട് ഓന്തായി ജനിച്ചു. ഓന്തിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതിങ്ങനെ തല ആട്ടും. എന്താണ്? എന്നെപ്പോലെ ദാനം ചെയ്താൽ ഇങ്ങനെ ജനിക്കും. അതാണ്, ദാനം ചെയ്ത സാധനം തിരിച്ച് മേടിച്ചാൽ അവർക്ക് ഓന്തായി ജനിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ അത് തല കാണിക്കുന്നു. കൃകലാസം എന്നാണ് പേര്. പക്ഷേ നമ്മൾ ചെയ്ത ധർമ്മം നമ്മളെ തല കാക്കും. ഇവിടെ എന്താ ഭാഗ്യം? ഇവൻ്റെ ഭാഗ്യം അറിയട്ടെ, ഗോദാനത്തിൽ ചെയ്ത ദോഷം കൊണ്ട് എന്താ ഈ ഗോപാലനായ ഭഗവാന്റെ വീട്ടുകിണറ്റിൽ ഓന്തായി ജനിച്ചു. അപ്പോൾ ഭഗവാൻ തൻ്റെ കൈ കൊണ്ടുകൊണ്ട് സ്പർശിച്ചപ്പോൾ ആ ഓന്നിൻ്റെ രൂപം മാറി സ്വന്തം രാജാവിൻ്റെ രൂപം സ്വീകരിച്ച് പുറപ്പെട്ടു ചെന്നു. ഇവിടെ ഭഗവാൻ കുട്ടികളോട് പറയുന്നു, ബ്രാഹ്മണന്മാരുടെ ആശീർവാദം മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ശാപം മേടിക്കരുത്. കാരണം ആശീർവാദം ചിലപ്പോൾ ഫലിക്കുമോ സംശയം, പക്ഷേ ശാപം ഉടനെ തന്നെ കിട്ടും, സൂക്ഷിക്കണം എന്നുകൂടി ഭഗവാൻ ഉപദേശിച്ചു. ഇത്ര ഉപദേശിച്ചിട്ടും പിന്നെ അവർ ബ്രാഹ്മണ ശാപം നേടുന്നു. പിന്നെ അവരുടെ കഥകൾ അങ്ങനെയാണ്. പിന്നെ ബലറാമൻ്റെ തീർത്ഥയാത്ര കഥ വർണ്ണിക്കുന്നു. തീർത്ഥയാത്രയായ പോയ ഭഗവാൻ ബലറാമൻ കാളിന്തി പുഴയെ തൻ്റെ കളപ്പ കൊണ്ട് ആകർഷിച്ച കഥ ഇവിടെ വർണ്ണിക്കുന്നു. യമുനാകർഷണം എന്നാണ് ഈ കഥയുടെ പെരുമ. ബലറാമൻ എപ്പോഴും നീലവസ്ത്രമേ ധരിച്ചിട്ടുണ്ടാവുള്ളൂ. ബലറാമൻ നീലവസ്ത്രം ധരിക്കുന്നത് എങ്ങനെയാണെന്ന് വർണ്ണിക്കുന്നു. ഹലഗതി ഭീതി
ഭീതമിലിതയമുനാഭം കേശവാധൃത ഹലധരൂപ ജയ 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 ജഗദീശലരേ. അഷ്ടപതിയിൽ ജയദേവൻ വർണ്ണിക്കുന്നു. ബലറാമൻ്റെ നീലവസ്ത്രം കണ്ടപ്പോൾ അത് എങ്ങനെ തോന്നും? ബലറാമൻ്റെ കലപ്പയിൽ പേടിച്ച് യമുന തന്നെ അടുത്ത് വന്ന് ബലറാമൻ്റെ അടുത്തിരിക്കുന്നു എന്ന് തോന്നുന്നു എന്നാണ് വർണ്ണിക്കുന്നു. പിന്നെ ഭഗവാനെപ്പോലെ ആവണം ആഗ്രഹിച്ച ഒരു രാജാവ് പൗണ്ഡ്രക വാസുദേവൻ എന്നാണ് പേര്. അയാൾക്ക് കൃഷ്ണനായിട്ട് മാറണം. അതിന് എളുപ്പ വഴി നമ്മൾ കൃഷ്ണനായിട്ട് മാറണമെങ്കിൽ കൃഷ്ണനെ ധ്യാനിച്ചാൽ മതി. മഹാദേവനായിട്ട് മാറണമെങ്കിൽ മഹാദേവനെ ധ്യാനിച്ചാൽ മതി. ഏത് ആവണം നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത് എപ്പോഴും ചിന്തിച്ചു കൊണ്ട് അതിൻ്റെ നാമം ജപിച്ചിരുന്നാൽ അതായി മാറും. അതാണ് തത്കൃതം ന്യായം. വേട്ടാളൻ്റെ കഥയിൽ പറയുന്നുണ്ട്. വേട്ടാളൻ ഒരു പൂച്ചയെ പുഴുവിനെ കൊണ്ടുവച്ച് കൊണ്ട് കൊത്തിയിട്ട് പോവും. ആ വേട്ടാളനെ ധ്യാനിച്ച് പിന്നെ അത് വേട്ടാളനായി മാറിപ്പോവും. ഇത് അറിയാത്ത ഈ പൗണ്ഡ്രക വാസുദേവൻ ചെയ്തു, ഇയാൾ നല്ല വെളുത്ത ആളാണ്. കൃഷ്ണനെ പോലെ കറുത്ത കളറിൽ മാറാൻ വേണ്ടി കറുപ്പ് നീല പെയിൻറ്റ് വാങ്ങി അടിച്ചു. പിന്നെ 4 കൈ ഇല്ലല്ലോ എന്ന് വെച്ച് പ്ലാസ്റ്റിക് 2 കൈ വെച്ച് എക്സ്ട്രാ വെച്ചു. പിന്നെ ബാറ്ററി കൊണ്ട് കറങ്ങുന്ന ചക്രം, പിന്നെ ഒരു ശംഖും കയ്യിൽ പിടിച്ച് കുറച്ച് ദൂരം പറക്കുന്ന യന്ത്രം കൊണ്ട് ഗരുഡൻ ഉണ്ടാക്കി ഞാനാണ് ഭഗവാൻ പറഞ്ഞ് നടന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഒരു ദിവസം ലെറ്റർ അയച്ചു ശ്രീകൃഷ്ണ ഭഗവാനത്തിന്, ഞാനാണ് ഒറിജിനൽ വാസുദേവൻ, നീ ഡ്യൂപ്ലിക്കേറ്റാണ്. അപ്പോൾ ഭഗവാനൊക്കെ പോലും ചിരി വന്നു. ഡ്യൂപ്ലിക്കേറ്റ് ആൾക്ക് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് അറിയണ്ടേ? ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റാണ് കൂടുതൽ മിന്നും. ഏതാണ് ഒറിജിനൽ അറിയണ്ടേ? അപ്പോൾ ഭഗവാനോട് പറഞ്ഞു, നിൻ്റെ ചക്രം വിട്ടോളൂ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ചക്രം വിടാം, ആദ്യം നിൻ്റെ ശിരസിൽ തന്നെ വിടാൻ പറഞ്ഞത് ഭഗവാൻ. അവിടെ വന്ന് കണ്ടപ്പോൾ ഭഗവാന് തന്നെ അത്ഭുതമായി. ഭഗവാനായിട്ട് മാറാൻ വേണ്ടി ശ്രീവത്സം മറുക് പോലും തയ്യാർ ചെയ്തിട്ടുണ്ട്. ഭൃഗുമഹർഷിയുടെ കാൽപ്പാട് നോക്കി അതുപോലെ ഉണ്ടാക്കി ഇരുമ്പ് കൊണ്ട് അത് ചൂട് വെച്ച് പഴുപ്പിച്ച് നെഞ്ചിൽ വച്ചിട്ടുണ്ട്. അത്രയും ബുദ്ധിമുട്ടിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ തന്നെ പോലെ വേഷം കെട്ടിയില്ലേ, അതുകൊണ്ട് അയാൾക്ക് മുക്തി കൊടുത്തു. പിന്നെ കാശി രാജാവാണ് ഒപ്പം സഹായത്തിനും ഉണ്ടായിരുന്നു. ആ കാശി രാജാവിൻ്റെ പുത്രൻ എന്ത് ചെയ്തു? കൃഷ്ണനുക്ക് ആഭിചാര പ്രയോഗം ചെയ്തു. ആഭിചാര ഹോമം ചെയ്ത് അതിൽ നിന്നൊരു ഭൂതത്തിനെ പറഞ്ഞു വിട്ടു. ആ ഭൂതം ദ്വാരകയിൽ തീ വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഭഗവാൻ അടുത്തുള്ള സുദർശന ഭഗവാനെ പറഞ്ഞു വിട്ടു. സുദർശന ചക്രം ആ ഭൂതത്തിനെ ഭസ്മമാക്കി കാശിയും ദഹിപ്പിച്ചു എന്നാണ് വർണ്ണിക്കുന്നു. ഈ കഥ കേൾക്കുന്നവർക്ക് പാപത്തിൽ നിന്ന് വിമോചനം ഉണ്ടാകും എന്നുകൂടി ഫലശ്രുതി വർണ്ണിക്കുന്നു. പിന്നെ ദ്വിവിധൻ പേരുള്ള വാനരൻ, രാമായണത്തിലുള്ള വാനരൻ ബലരാമനോട് യുദ്ധം ചെയ്ത് ബലരാമൻ്റെ കൈകൊണ്ട് അവനക്ക് മുക്തി കിട്ടി. പിന്നെ ദുര്യോധനൻ്റെ പെൺകുട്ടിയായ ലക്ഷ്മണയുടെ വിവാഹം സ്വയംവരം ഏർപ്പാട് ചെയ്തിരുന്നു. അതിൽ ഭഗവാന്റെ പുത്രനായ സാമ്പൻ അവിടെ ചെന്നിരുന്നു. പറഞ്ഞില്ലേ, സ്വയംവര നിയമത്തിൽ പെൺകുട്ടി ഇഷ്ടപ്പെട്ട ആളുടെ കഴുത്തിൽ മാലയിടും. ഇയാൾ എന്ത് ചെയ്തു? ആ പെൺകുട്ടി മാല എടുത്തു വരുമ്പോൾ മാലയുടെ അടിയിൽ കഴുത്ത് സ്വയം വിട്ട് ഇങ്ങനെ എടുത്തു കൊണ്ടുപോയി. അപ്പോൾ ഈ കൗരവൻ നടത്തി പിടിച്ച് ജയിലിലാക്കി. അപ്പോൾ ബലരാമൻ നേരിട്ട് വന്ന് ഉപദേശം കൊടുത്തു, നിങ്ങൾ എല്ലാവരും ചേർന്ന് യുദ്ധം ചെയ്ത് ഈ സാമ്പനെ ജയിലിലാക്കിയിരിക്കണോ, സാമ്പനെ അഴിച്ചുവിടണം. ദുര്യോധനൻ ബലരാമനോട് പറഞ്ഞു, നിങ്ങളൊക്കെ യാദവന്മാർക്ക് ചെരുപ്പ് പോലെയാണ്. ചെരുപ്പ് എവിടെയാവണം? പുറത്താവണം. ചെരുപ്പ് തലയിലിരിക്കാൻ പാടില്ല. കിരീടം തലയിലിരിക്കാം, ചെരുപ്പ് തലയിലിരിക്കാൻ പാടില്ല. അത് പുറത്താണ് ഇരിക്കണം. ഇത് പറഞ്ഞപ്പോൾ ബലരാമസ്വാമിക്ക് ദേഷ്യം വന്നു. വലിയ രൂപം സ്വീകരിച്ച് കലപ്പ കൊണ്ട് ഹസ്തിനാപുരം തന്നെ ആകർഷിച്ചപ്പോൾ എന്തായി? ദുര്യോധനൻ മുതലായവർക്ക് തലകുത്തി വീണു. എവിടെ വീണു? ചെരുപ്പ് വീണ സ്ഥലത്തിലാണ് തലകുത്തി വീണു. ചെരുപ്പ് തലയിൽ കയറുമ്പോൾ ചോദിച്ചല്ലോ, അതുകൊണ്ട് അവിടെ തന്നെ വീണു. പിന്നെ അവർ ക്ഷമാപണം ചെയ്തപ്പോൾ അവരെ അനുഗ്രഹിച്ച് പെൺകുട്ടിയെ കൊണ്ടുവന്നു, ലക്ഷ്മണനെയും സാമ്പനെയും. പിന്നെ 16,100 വിവാഹം ചെയ്ത് ഭഗവാൻ എങ്ങനെ ജീവിതം നടത്തുന്നു അത് കാണാൻ വേണ്ടി നാരദൻ വന്നു. ഓരോ വീട്ടിലും ഭഗവാൻ ഓരോരു ഗാർഹസ്ഥ്യധർമ്മം ചെയ്യുന്നത് കണ്ടപ്പോൾ നാരദൻ തന്നെ മയങ്ങി വീണു. ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ എവിടെ ചെന്നാലും നിൻ്റെ നാമങ്ങൾ പാടി നിൻ്റെ കഥകൾ പാടി നടക്കാനുള്ള ഭാഗ്യം തരണേ. അനുജാനേഹി മാം ദേവ ലോകാംസ്തേ യശസാപ്ലുതാൻ പര്യടാമി തവോദ്ഗായൻ ലീലാം ഭുവനപാവനേ എന്ന ഭഗവാന്റെ നാമം ജപിച്ച് നാരദൻ പുറപ്പെട്ടു. നമുക്കിപ്പോൾ നിർത്തി പിന്നെ 20 മിനിറ്റ് ശേഷം തുടങ്ങാം. മാധവ മധുസൂദന മുരളീധര മോഹന
माधव मधुसूदन मुरलीधर मोहन जय जय यदुनन्दन जय देवकी नन्दन जय जय यदुनन्दन जय देवकी नन्दन माधव मधुसूदन मुरलीधर मोहन वृंदावन चंदना गोपिका मन मोहन वृंदावन चंदना गोपिका मन मोहन जय राधा जीवना जय राधा जीवना राजीव दललोचना जय राधा जीवना राजीव दललोचना माधव मधुसूदन मुरलीधर मोहन मुरलीधर मोहन सर्वत्र गोविंद नाम संकीर्तनं गोविंद गो नमः पार्वतीपतये हर हर महादेव जय बोल सद्गुरु महाराज की जय।